നമ്മളല്ല, റെയിൽവേ കൊടുത്ത കരാറാണ്. ശരിക്കും എനിക്ക് മാധ്യമങ്ങളോട് ആദ്യം പറയാനുള്ളത് ഇതൊരു സന്ദർഭമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. കാരണം ഞാൻ ചില വാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, എല്ലാ മാധ്യമങ്ങളും അല്ല. ചില ആളുകൾ ഇതിനെ കൂടി ഒരു അവസരമാക്കി എടുത്ത് നഗരസഭയെ എങ്ങനെയെങ്കിലും മോശപ്പെടുത്താനാണ്. അത് ഈ ഒരു അവസരത്തിൽ ഉപയോഗപ്പെടുത്തരുത്. മറ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതല്ല, അതിൽ സത്യാവസ്ഥ അന്വേഷിക്കണമല്ലോ. ഞാൻ പറഞ്ഞ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിലല്ലേ പറഞ്ഞത്, ചില നറേറ്റീവുകൾ അത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതല്ലാത്ത നറേറ്റീവുകളാണ്. നിങ്ങൾക്ക് വിമർശിക്കാൻ അവസരമുണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അതൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രധാനമായും നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ആ മനുഷ്യജീവൻ തിരിച്ചു കണ്ടെത്തുക എന്നുള്ളതാണ്. അതിവിടെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുണ്ട്, റെയിൽവേ കൊടുത്തിട്ടുള്ള കരാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല, അല്ലാതെ തന്നെ അവർ വർക്കിൻ്റെ ഭാഗമായി ഇറങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കരാറ് എടുത്തിട്ടുള്ള അതിൻ്റെ ഒരു ചുമതലപ്പെട്ട ഒരാളുണ്ടാവുമല്ലോ, അവരോടുകൂടി സംസാരിക്കാം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. എത്രയും പെട്ടെന്ന് ആ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം. അതിൽ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ല, ഇപ്പോൾ ഫയർഫോഴ്സുമായി സംസാരിച്ചിട്ടില്ല ഞാൻ. ബാക്കി റെയിൽവേയുമായി ബന്ധപ്പെട്ട സംസാരമാണ് നടത്തിയിട്ടുള്ളത്. 3 പേരായിരുന്നു ഇറങ്ങിയിരുന്നത്. അതിലൊരാളെയാണ് കാണാതില്ലാതെന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ബാക്കി കാര്യങ്ങൾ അവരുമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്.